നാട്ടിലെന്തുണ്ട് അതിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഇന്ന് സാധാരണയേക്കാൾ ചൂട് കൂടും. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പരമാവധി ശുദ്ധജലം കുടിക്കുക, ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക, പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക, പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക, കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. യുവതീ-യുവാക്കളെ സൈന്യത്തിലേക്ക് ആകർഷിക്കുന്നതിനും സൈനിക അഭ്യാസങ്ങൾ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനുമായി എറണാകുളം പാമ്പാക്കുട MTM ഹയർ സെക്കൻഡറി സ്കൂളിൽ NCC സെറിമോണിയൽ പരേഡ് നടത്തി. ഹൃഷിരാജ് സിംഗ് IPS മുഖ്യാതിഥിയായ ചടങ്ങിൽ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ, ജനമൈത്രി ട്രെയിനർ അജേഷ് KP തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ ആർമി പരിശീലന അക്കാദമി മാതൃകയിൽ ഹൈസ്കൂൾ വിഭാഗം NCC കേഡറ്റുകൾ സെറിമോണിയൽ പരേഡ് നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ചുരുക്കം വിദ്യാലയങ്ങളിൽ ഒന്നാണ് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട MTM ഹയർ സെക്കൻഡറി സ്കൂൾ. മൂവാറ്റുപുഴ 18 കേരള ബറ്റാലിയന്റെയും NCC ദേശീയ പുരസ്കാര ജേതാവ് ഫസ്റ്റ് ഓഫീസർ അനിൽ K നായരുടെയും സംയുക്ത നേതൃത്വത്തിൽ പരിശീലനം നേടിയ കേഡറ്റുകൾ 2 പ്ലാറ്റൂണുകളായി തിരിഞ്ഞാണ് പരേഡ് നടത്തിയത്. മുൻ ജയിൽ DGPയും എക്സൈസ് കമ്മീഷണറും ആയിരുന്ന ഋഷിരാജ് സിംഗ് IPS, കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദനൻ, സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാർ S, ജനമൈത്രി ട്രെയിനർ അജേഷ് KP, പ്രധാനാധ്യാപിക ജെസി K ജോയ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പരേഡ് വീക്ഷിക്കുന്നതിനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഓഫീസർമാരും കേഡറ്റുകളും എത്തിയിരുന്നു. പാമ്പാക്കുട പഞ്ചായത്തിലെ വിമുക്ത ഭടന്മാരും ചടങ്ങിന്റെ ഭാഗമായി. അർജുന അവാർഡ് ജേതാവും പൂർവ്വ കേഡറ്റുമായ എൽദോസ് പോൾ ഏർപ്പെടുത്തിയ മികച്ച പ്ലാറ്റൂണിനുള്ള എവർ റോളിംഗ് ട്രോഫി പെൺകുട്ടികളുടെ പ്ലാറ്റൂണിന് ലഭിച്ചു. പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളും നൽകി. ന്യൂസ് 18 കൊച്ചി. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൂന്നാറിലെ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇവിടുത്തെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായ ഒറ്റക്കൊമ്പനെ പിടികൂടി പരിശോധിക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം. ആനയെ പരിശോധിക്കാനായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഇന്നെത്തും. പടയപ്പയുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് ആനയുടെ കാലിന് പരിക്കേറ്റത്. പടയപ്പയ്ക്കൊപ്പം മൂന്നാറിലെ വിവിധ ജനവാസ മേഖലകളിൽ പതിവ് സാന്നിധ്യമാണ് ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന. മൂന്നാർ നല്ലതണ്ണിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായുണ്ട്. ഇതിനിടെയാണ് കാട്ടുകൊമ്പൻ പരുക്കിന്റെ പിടിയിലായത്. ആനയുടെ മുൻകാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്. കാട്ടുകൊമ്പൻ പടയപ്പയുമായി ഏറ്റുമുട്ടുന്നതിനിടയിലാണ് ഒറ്റക്കൊമ്പന് പരുക്ക് സംഭവിച്ചതെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ വെറ്റിനറി ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ചു. ഉച്ച കഴിഞ്ഞ് അദ്ദേഹം നേരിട്ടെത്തി പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം ഹയർ ഒഫീഷ്യൽസിന് ഒരു റിപ്പോർട്ട് കൊടുക്കും ഇതിന്റെ പരിക്കിനെ പറ്റി. അപ്പോൾ നമുക്ക് അതിന്റെ പരിക്കിനെ പറ്റി, അതിന്റെ ഗൗരവത്തെ പറ്റി അറിയില്ല. അപ്പോൾ അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കും. മൂന്നാർ നല്ലതണ്ണി കല്ലാർ ഭാഗത്താണ് ആന നിലവിലുള്ളത്. ആനയെ പരിശോധിക്കാനായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ എത്തും. പരുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആനയ്ക്ക് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18 മൂന്നാർ. മറ്റൊരു വാർത്ത, സംസ്ഥാനത്തെ
ചെറുകിട ഇറച്ചിക്കോഴി ഫാമുകളുമായി ബന്ധപ്പെട്ടാണ്. ഇറച്ചിക്കോഴി ഫാമുകൾ നടത്തുന്ന കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ഇറച്ചിക്കോഴിക്ക് അടിക്കടി ഉണ്ടാകുന്ന വിലക്കുറവും തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതുമാണ് കർഷകരെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി ഫാമുകൾ തുടങ്ങിയ ചെറുതും വലുതുമായ കർഷകർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇറച്ചിക്കോഴിയുടെ ഉൽപ്പാദനവും വിപണനവും ലക്ഷ്യമിട്ടാണ് കോന്നി അതുമ്പുംകുളം സ്വദേശി സുനിൽ സ്വന്തമായി ഫാം തുടങ്ങിയത്. ഫാം നിർമ്മാണത്തിനും കോഴിക്കുമായി ലക്ഷങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ഇറച്ചിക്കോഴിക്കുള്ള വില കുറഞ്ഞതും തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതും ഫാം അടച്ചുപൂട്ടാൻ കാരണമായി. തമിഴ്നാട്ടിൽ ഇറച്ചിക്കോഴി തീറ്റയ്ക്ക് സർക്കാർ സബ്സിഡി നൽകുമ്പോൾ കേരളത്തിൽ അത് ലഭിക്കുന്നില്ലെന്ന് സുനിൽ പരാതിപ്പെടുന്നു. തീറ്റയുടെ വില കൂടുതൽ, കോഴിയുടെ വില കുറവ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഡയറി ഫാമിലായാലും ഇതുപോലെയുള്ള പൗൾട്രി ഫാമിനൊക്കെ തീറ്റയ്ക്ക് നല്ല സബ്സിഡി കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ അങ്ങനെയുള്ള സഹായമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് എത്ര കോഴികളായിരുന്നു? ഇതിനകത്ത് 3000 കോഴി വളർത്തും. 3000 ഇറച്ചിക്കോഴികളെ വളർത്താനുള്ള ഫാമാണ് സുനിൽ സാമ്പത്തിക ബാധ്യത മൂലം അടച്ചുപൂട്ടിയത്. ചെറുകിട സംരംഭം എന്ന രീതിയിൽ ഇറച്ചിക്കോഴി ഫാം തുടങ്ങിയ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. പലരും ബാങ്ക് വായ്പ എടുത്തും പലിശയ്ക്ക് കടം വാങ്ങിയുമാണ് പൗൾട്രി ഫാമുകൾ തുടങ്ങിയത്. സർക്കാർ സഹായവും സബ്സിഡിയും ഇറച്ചിക്കോഴി വളർത്തൽ മേഖലയിൽ ലഭിക്കാത്തതിനാൽ മിക്ക കർഷകരും വലിയ സാമ്പത്തിക ബാധ്യതയിലായി. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തിലേറെ കോളിളക്കമുണ്ടാക്കിയ കേസാണ് മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബ ഷെരീഫിന്റെ കൊലപാതകം. ഒറ്റമൂലി രഹസ്യമറിയാൻ ഷാബ ഷെരീഫിനെ നിലമ്പൂർ സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ട് വന്നതിൽ തുടങ്ങുന്നതാണ് കേസ്. മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. കേസിൽ ഈ മാസം അവസാനം മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി വിധി പറയുകയാണ്. നാടിനെ നടുക്കിയ ക്രൂരതയ്ക്ക് പ്രതിക്ക് എന്തായിരിക്കും ശിക്ഷ? കേരളം കാത്തിരിക്കുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയെന്ന അപൂർവത, അതാണ് ഷാബ ഷെരീഫ് കൊലക്കേസിനെ വ്യത്യസ്തമാക്കുന്നത്. 2019 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. മൈസൂരു സ്വദേശി ഷാബ ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂല്യ രഹസ്യം അറിയാൻ വേണ്ടിയാണ് നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നത്. ഇയാളെ 1 വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിച്ചില്ല. കേസിൽ നിർണായകമായിരിക്കുന്നത് ഷാബ ഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺട്രിയ DNA ഫലമാണ്. ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്നാണ് ഈ തലമുടി കണ്ടെത്തിയത്. ഇത് ഷാബ ഷെരീഫിന്റെ ആണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പുസാക്ഷിയാക്കപ്പെട്ട സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദ് എന്ന മോനുവിന്റെ സാക്ഷിമൊഴികളുമാണ് കേസിൽ നിർണായകം. 2022 നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബ ഷെരീഫ് വധം പുറം ലോകമറിഞ്ഞത്. ഷാബ ഷെരീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു. ഇതും കേസിൽ നിർണായകമാണ്. 2024 ഫെബ്രുവരി 15 കേസിന്റെ വിചാരണ തുടങ്ങിയത്. 80 സാക്ഷികളെ വിസ്തരിച്ചു. സംസ്ഥാനത്ത് മറ്റൊരു കേസിലുമില്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കോടതിക്ക് മുൻപിൽ നിർണായക തെളിവുകളായി. ഷാബ ഷെരീഫിന്റെ ഭാര്യയും മക്കളും ഷൈബിൻ അഷ്റഫിന്റെ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു. നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കള്ളം പറയുന്നുവെന്ന മറുവാദമാണ് പ്രതികളുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത്. കേസിൽ 15 പ്രതികളാണ്. 7ാം പ്രതിയായ നൌഷാദ് മാപ്പുസാക്ഷിയായി. പിടികിട്ടാനുണ്ടായിരുന്ന 2 പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന 2 കൊലപാതകങ്ങൾ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്ന പരാതികളിൽ CBI അന്വേഷണം തുടങ്ങിയിരുന്നു. ഈ മാസം 27 കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത്. കേസിൽ അന്ന് വിധിയുണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. കോതമംഗലം കീരമ്പാറയിൽ ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടികൾ ആരംഭിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. കീരമ്പാറ പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുന്നത് പ്രദേശവാസികളെ രോഷാകുലരാക്കിയിട്ടുണ്ട്. കാട്ടാനക്കൂട്ടം നിത്യവും കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. പ്രദേശവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയമാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ അത് കാണാം. ജീവന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് പരാതി. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫും കീരമ്പാറ ജനകീയ വേദി നേതാവ് ജോളി ഐസക്കും ഇക്കാര്യം പരാതിയായി തന്നെ ഉന്നയിച്ചു. ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ടെൻഡറായി വർക്ക് നാളെ ആരംഭിക്കും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ
വളരെ നിസ്സംഗത മനോഭാവം സ്വീകരിച്ചുകൊണ്ട് വനംവകുപ്പ് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വനമില്ല. ഇവിടെ ആകപ്പാടെ ഞങ്ങൾക്കുള്ള 3.78 സ്ക്വയർ കിലോമീറ്റർ പ്ലാന്റേഷനാണ്. അതായത് ശാസ്ത്രീയമായി ഒരു ആനയ്ക്ക് വസിക്കണമെങ്കിൽ 25 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണമെന്നിരിക്കെ ഈ നിസ്സാരമായ സ്ഥലത്ത് 7-8 ആനകൾ ദൈനംദിനം അങ്ങോട്ടും ഇങ്ങോട്ടും ജനവാസ മേഖലകളിലേക്കും ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട കുട്ടമ്പഴിക്ക് പോകുന്ന റോട്ടിലും ദൈനംദിനം ആനകൾ വിരയിക്കുകയാണ്. ഒരു കാലത്തും നടപ്പിലാകാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം 1 വർഷമാണ് ഈ ടെൻഡറിൻ്റെ കാലാവധി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും വേഗം നടപ്പിലാക്കേണ്ട ഈ ഫെൻസിങ് സംവിധാനം 1 വർഷം നീണ്ട ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതോടുകൂടെ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവൻ വളരെ ഭീഷണിയിലാണ്. വീട്ടുമുറ്റത്ത് പച്ചക്കറി കൃഷി ചെയ്ത് 100 മേനി വിളയിച്ച ഒരു ഡോക്ടറുണ്ട് മുക്കത്ത്. ചാത്തമംഗലം പഞ്ചായത്തിലെ മലയമ്മ സ്വദേശിയായ ഡോക്ടർ ഗോപിനാഥാണ് പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്ത്. JCI മുക്കം മൈത്രിയുടെ ജൈവ പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായായിരുന്നു കൃഷി. പയർ, വെണ്ട, കയ്പ, തക്കാളി തുടങ്ങിയ 15ഓളം ഇനം പച്ചക്കറികളാണ് ഡോക്ടർ ഗോപിനാഥ് തന്റെ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്തത്. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പൂന്തോട്ടത്തിലെ ചെടികളെല്ലാം മാറ്റി പുതിയ പൂന്തോട്ടം ഒരുക്കാൻ തുടങ്ങുമ്പോഴാണ് ഡോക്ടർ ഗോപിനാഥ് JCI മുക്കം മൈത്രി 2025 അംഗങ്ങളുടെ വീട്ടിൽ നടപ്പാക്കുന്ന ജൈവ പച്ചക്കറി കൃഷിയുടെ ഭാഗമായുള്ള ക്ലാസിൽ പങ്കെടുത്തത്. ആ ക്ലാസ്സാണ് JCI മുക്കം മൈത്രിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ തന്നെ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് ഡോക്ടർ ഗോപിനാഥ് പറഞ്ഞു. അവിടെ മുക്കം JCIയുടെ നല്ല പ്രവർത്തകരുള്ള അവരുടെ ക്ലാസിൻ്റെ പേരിലാണ് ഞാൻ തുടങ്ങാനുള്ള കാരണം. അപ്പോൾ അവരെ മോട്ടിവേഷൻ ശരിക്കും നമുക്കൊരു ഉത്തേജകമായി. അപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ജൈവ കൃഷിയിലൂടെ ഇവിടെ ഏറ്റവും കൂടുതൽ അസുഖങ്ങളുണ്ടാകുന്നത് ഒരു പച്ചക്കറി ഉള്ള വിഷലിപ്തമായ പച്ചക്കറി, ഫാസ്റ്റ് ഫുഡ്. ഇത് 2 കാരണം കൊണ്ട് ശരിക്കും ഏറ്റവും കൂടുതൽ രോഗാതുരത വരുന്നത് കേരളത്തിൽ. ആ രോഗത്തിൻ്റെ അവസ്ഥ തടയാൻ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ഡോക്ടർ എന്ന നിലയ്ക്ക് നമുക്കതിൻ്റെ ഹൈലൈറ്റ് ചെയ്യാനുള്ള പറ്റിയ പോയിന്റ് ഇതാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാക്കുന്ന നമ്മൾ പച്ചക്കറി, അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് പച്ചക്കറി, അതിലൊക്കെ 100% വിഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പൂന്തോട്ടത്തിൽ തന്നെ നമ്മൾ ഈ സംഭവങ്ങൾ കൃഷി ചെയ്യാനുള്ള നമുക്ക് ഓരോ each and every person ഓരോ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് JCIയുടെ കേന്ദ്രത്തിൽ ഞാൻ തുടങ്ങാനുള്ള കാരണം. മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഹോമിയോ ക്ലിനിക്ക് നടത്തുന്ന തനിക്ക് കൃഷിക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് തന്റെയടുത്ത് സ്ഥിരമായി ചികിത്സയ്ക്ക് വരുന്ന കർഷകരായ ആളുകളാണെന്നും പച്ചക്കറി കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വിളവ് തന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കെടുത്തതിന്റെ ബാക്കി തൊട്ടടുത്ത ബന്ധുക്കൾക്കും അയൽവാസികൾക്കും നൽകാറാണ് പതിവെന്നും ഡോക്ടർ പറഞ്ഞു. 100% നാച്ചുറലായ വളത്തിലൂടെയാണ് നമ്മൾ ഇതിൽ ഉത്പാദിച്ചിരിക്കുന്നത്. കൃഷി ഓഫീസർ, നമ്മുടെ ഫ്രണ്ട്സ് കൃഷി ഓഫീസറുണ്ട്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന അരീക്കോട് ആയതുകൊണ്ട് അവിടുത്തെ കാവന്നൂരുള്ള വേറെ പേഷ്യൻസ് നമ്മുടെ കൂടെ എൻ്റെ കൂടെ രോഗികൾ വന്നിട്ട് അവരാണ് ശരിക്കും എൻ്റെ ഉത്തേജകം. പ്രശ്നം ഇപ്പം ഞാൻ വീട്ടിലെ എൻ്റെ ബിൽഡിങ്ങിന് മുകളിലാണ് കൃഷി ചെയ്തതാണ്. അവർ ശരിക്കും ഉത്തേജകമാണ്. അവരാണ് പറഞ്ഞുതരാറ് ഇതിൻ്റെ കാര്യങ്ങൾ, വളത്തിൻ്റെ കാര്യം, ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞുതരാറാണ്. ഭാര്യയാണ് വീട്ടിലെ കുട്ടനും ഭാര്യകളും ഏട്ടൻ്റെ 3 വീടുകൾ ചുറ്റുപാടാണ്. ഇവിടെ എടുക്കുന്ന വളം എന്താ വെച്ചാൽ 3 വീട്ടിലേക്ക് കൊടുക്കാറുണ്ട്, അടുത്ത അയൽവാസിയും കൊടുക്കാറുണ്ട്. കീടനാശിനികളും രാസവളങ്ങളും ഇല്ലാത്ത ഡോക്ടർ ഗോപിനാഥിന്റെ പച്ചക്കറിത്തോട്ടം മാതൃകാപരമാണെന്ന് JCI മുക്കം മൈത്രി പ്രസിഡന്റ് റിയാസ് അരീമ്ര പറഞ്ഞു. പൂന്തോട്ടത്തിലാണ് ഇപ്രാവശ്യം അദ്ദേഹം പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത്. അതും നല്ലൊരു വിളവെടുപ്പിലൂടെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പച്ചക്കറികൾ ഉപയോഗിച്ച് ആളുകൾ നിരന്തരം അസുഖബാധിതരാകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തിരക്കിനിടയിൽ നിന്നും ഡോക്ടർ ഇതിന് സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃഷി ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്തും ഡോക്ടർ പ്രാക്ടീസിൻ്റെ ഇടയിലും തിരക്കിനിടയിലും ഇത്തരത്തിൽ കൃഷിയിലേക്ക് ഇറങ്ങിയത് എല്ലാവർക്കും ഒരു മാതൃകാപരമായ കാര്യമായിട്ടാണ് ഉള്ളത്. പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുൻ MLA UC രാമൻ നിർവഹിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. മൃതദേഹങ്ങൾ കത്തിക്കുമ്പോൾ പരിസരമാകെ രൂക്ഷഗന്ധം. കൊല്ലം കടക്കലിലെ ശ്മശാനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ ചായക്കോട്ടുള്ള ആധുനിക ശ്മശാനത്തിന്റെ നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടെന്നും ആരോപണമുണ്ട്. 1.25 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ശ്മശാനത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സംസ്കാരം നടക്കുമ്പോൾ പ്രദേശത്ത് പുക കൊണ്ട് മൂടുന്നതായും രൂക്ഷഗന്ധം ഉയരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പുകക്കുഴലിലൂടെ പുക പോകാതെ പരിസരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു. ദൈനംദിനം ഈ പരിസരവാസികൾക്ക് ഈ മുടി കത്തുന്നതും ശവം കത്തുന്നതും നാറ്റുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരാതിയാണ്. ആ പരാതിയായി ബന്ധപ്പെട്ടെല്ലാം കടക്കൽ ഗ്രാമപഞ്ചായത്ത് പല പ്രാവശ്യങ്ങളായി വന്ന് ഇതെല്ലാം ക്രമീകരിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട്
വീണ്ടും അതിനേക്കാളും വലിയ സ്മെല്ല് ഈ കുഴലിൽ കൂടെ പോകാത്ത കാര്യത്തിൽ ഇത് കണക്ക് ഇത്തരത്തിൽ ഈ പരിസരവാസികൾ കിടക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സ്ഥിതിയിലോട്ടാണ് ഈ ടൗൺ ബാറിൽ ഈ ക്രെമറ്റോറിയം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിവിടെ ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല. ബോഡി വരുമ്പോൾ തടയുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. പ്ലാന്റ് നിർമ്മാണത്തിലെ തകരാർ മൂലം മൃതദേഹം പൂർണ്ണമായും കത്താറില്ലെന്നും പരാതിയുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് നാട്ടുകാർ പലതവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതിയും നൽകിയിരുന്നു. എന്നാൽ വിദഗ്ധരെത്തി പരിശോധിച്ചെങ്കിലും പഴയ സ്ഥിതി തുടരുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എല്ല് കരിയുന്ന നാറ്റവും പുകയും ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്താറെ വിളിക്കാൻ പറഞ്ഞു, ദഹിപ്പിക്കുന്ന ആള്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ദഹിപ്പിക്കാൻ പറ്റൂല, ഇതേ രീതിയിൽ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം പഞ്ചായത്താറെ വിളിച്ചോണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഛർദ്ദിച്ച് വന്നൊരു മൊത്തം പേര് ഛർദ്ദിച്ച് എല്ലാവരും പോയിട്ട് ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞാണ് എല്ലാവരെയും വിളിച്ചപ്പോഴത്തേക്ക് മാതിരി മെമ്പർ വരാന്ന് പറഞ്ഞല്ലാതെ വന്നിട്ടില്ല. അടുത്ത പരിപാടി ഇവിടെ ബോഡി വരാൻ സമ്മതിക്കത്തില്ല, ഞങ്ങൾ സമ്മതിക്കത്തില്ല. വാതക ശ്മശാനത്തിന് സമീപമായി വീടുകൾക്ക് പുറമെ അങ്കണവാടി, പകൽ വീട്, പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റുകൾ എന്നിവ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ശ്മശാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പ്രവർത്തനം തുടരാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. മൃതദേഹവുമായി വരുന്ന വാഹനം തടയുമെന്നും നാട്ടുകാർ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. നാവിൽ വെള്ളമൂറും രുചിവിഭവങ്ങളുമായി പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോളേജിലെ എന്റർപ്രീനർ ഡെവലപ്മെന്റ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ഫെസ്റ്റ്. നാടൻ വിഭവങ്ങളുടെ വൈവിധ്യവും വ്യത്യസ്ത തരം പാനീയങ്ങളും ഫെസ്റ്റിൽ ഇടം പിടിച്ചു. കപ്പയും നല്ല മുളകിട്ട മീൻകറിയും കണ്ടാൽ വായിൽ കപ്പലോടിക്കാം. അല്ലെങ്കിൽ നാടൻ പലഹാരമായ ഉണ്ണിയപ്പമോ ഇലയടയോ രുചിക്കാം. അതും പോരെങ്കിൽ അറേബ്യൻ വിഭവങ്ങളാകാം. കൂടെ നല്ല തണുത്ത മധുരമേറിയ ശീതള പാനീയങ്ങളും സലാഡുകളും. ഇങ്ങനെ നാവിൽ രുചിയേറും വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫുഡ് ഫെസ്റ്റാണ് പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ നടന്നത്. കോളേജിലെ ED ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഫെസ്റ്റിൽ വ്യത്യസ്ത തരം സ്നാക്സുകളും ജ്യൂസുകളും ഒരുക്കിയിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും വിദ്യാർത്ഥികൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഫെസ്റ്റ് നടത്തിയത്. വിഭവങ്ങളെല്ലാം വിദ്യാർത്ഥികൾ തന്നെയാണ് തയ്യാറാക്കിയത്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കൂടിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മത്സരത്തോടൊപ്പം ഭക്ഷണത്തിന്റെ വിൽപ്പനയും ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഇടയിൽ ഓൺടർപ്രണർഷിപ്പ്, സംരംഭത്വ വികസനം വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് ഈ ഫുഡ് ഫെസ്റ്റ്. ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെയധികം വിപുലമായി നടത്തേണ്ടതും മാത്രമല്ല, പല പാവപ്പെട്ട കുട്ടികൾക്കും അതുപോലെ സഹായം കൂടി ആവുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണിത്. ED ക്ലബിനൊപ്പം കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ സ്റ്റാളുകളും സജ്ജമാക്കിയിരുന്നു. 11 സ്റ്റാളുകളിലായിരുന്നു വൈവിധ്യമാർന്ന ഭക്ഷണ പാനീയ വിഭവങ്ങൾ ഒരുക്കിയത്. ന്യൂസ് 18 പട്ടാമ്പി. VT ഭട്ടതിരിപ്പാട് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. മേഴത്തൂർ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണം. ജന്മനാടായ മേഴത്തൂരിൽ നടന്ന ചടങ്ങിൽ മുൻ MLA KK ദിവാകരൻ പ്രഭാഷണം നടത്തി. മേഴത്തൂർ VT ഭട്ടതിരിപ്പാട് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മുൻ MLA KK ദിവാകരൻ പ്രഭാഷണം നടത്തി. ജാതിമതങ്ങളുടെ പേരിലുള്ള ഹിംസയും സംഘർഷങ്ങളും പെരുകുന്നു. കുടുംബ മനുഷ്യബന്ധങ്ങൾ ചുരുങ്ങുന്നു. സാമൂഹ്യ നഷ്ടമാവുന്നു. ഭയപ്പെടുത്തും വിധം ഫാസിസത്തിലേക്കുള്ള തിരിച്ചുപോക്കിൽ മനുഷ്യരായി കാണാനാണ് VT പഠിപ്പിച്ചതെന്ന് മുൻ MLA KK ദിവാകരൻ പറഞ്ഞു. മതത്തിന്റെ പേരിൽ നോക്കൂ, വിശ്വാസത്തിന്റെ പേരിൽ നോക്കൂ, എത്ര ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ജാതിയുടെ പേരുകൊണ്ടുള്ള 323 ആൾക്കാർ കൊല്ലപ്പെട്ടു. ചടങ്ങിൽ പാലിയേറ്റീവ് പ്രവർത്തന മികവിന് പുരസ്കാരം നേടിയ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി T സത്യനാഥനെ ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് കൺവീനർ MK കൃഷ്ണൻ ആദരിച്ചു. EV സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. VT സ്മാരക സമിതി രക്ഷാധികാരി TM നാരായണൻ, ഗ്രന്ഥാലയം സെക്രട്ടറി PM ഹരീശ്വരൻ, T ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 പട്ടാമ്പി.